തെന്നലുള്ള വഴിയെ പിടിച്ച് പിടിച്ച് നടന്നു വരണം നോക്കിക്കേ അമ്മ. സത്യത്തിൽ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണേ, ചുമ്മാ ഒന്ന് വെറുതെ. പിന്നെ കടയിലൊന്ന് പോകണം. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അമ്മയുടെ ചാനലിലേക്ക്. അതിനോട് വേണ്ടിയിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത ഭാഗങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ച് വഴികളുണ്ട്. അതൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. വരും വഴിയിലെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത്ര മാത്രം വലിയ വാഴയില ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന് തൊട്ടടുത്തൊരു ഗന്ധർവ ക്ഷേത്രം. ഒരു ക്ഷേത്രം ഇങ്ങനെ ഉണ്ട് എന്നറിയാം ആ ഭാഗത്ത്, പക്ഷെ അത് മൂർത്തി ആരാന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇന്നലെയാണത് മനസ്സിലായതും. അപ്പോൾ ദാ അമ്മ ഇങ്ങനെ നടന്നു വരികയാണ് എൻ്റെ കൂടെ. നമുക്കറിയില്ലാത്ത വഴികളിലൂടെ നമ്മൾ ആദ്യമായിട്ട് കണ്ട വഴികളിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ സത്യം പറഞ്ഞാൽ നല്ല രസമാണല്ലേ. അപ്പോൾ ആ യാത്രയിൽ എനിക്ക് കുറച്ച് മണി പ്ലാന്റൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ചു. അവിടെ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്ന വീട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അമ്പലത്തിൻ്റെ അടുത്ത് ഒന്നും കൂടെ പോയി. അപ്പം ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് വരണം എന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് അമ്പലത്തിലേക്ക് വരണം എന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് പോന്നു. ഇത് പിന്നെ നമ്മുടെ നരസിംഹ അമ്പലമാണ്. നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഈ അമ്പലം. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ പതിയെ വീട്ടിലേക്ക് പോന്നു. എപ്പം മഴ പെയ്യുമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. കാരണം ഒരു കുടയെ കരുതിയിട്ടുള്ളൂ. എനിക്ക് കുട പിടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു 1-1.5 മണിക്കൂറോളമായി. ഇനി വീട്ടിലിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്, എനിക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ടും പിന്നെ കടയിലൊക്കെ ആയിട്ട് പോവുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരിക്കുന്നവർ ടെൻഷൻ അടിക്കില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ ഈ റോഡ്, ഇത് ഞാൻ നിങ്ങളോട് മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പാടാണ് കേട്ടോ ആ വെള്ളത്തിനകത്തൂടെ നടക്കാൻ. തെന്നലും ഉണ്ട്. പിന്നെ കാലൊക്കെ കഴുകി ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. പിന്നെ ഇത് ഉപ്പിട്ട് വെച്ചിരുന്ന ഭരണിയാണ്. എനിക്ക് അങ്ങനെ കുറേ നാളൊന്നും ഒരു പാത്രത്തിനോട് അങ്ങനെ സ്നേഹമോ പ്രേമമോ ഒന്നുമില്ല കേട്ടോ. കുറേ കഴിയുമ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചതാണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഞാൻ മണി പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചു. പിന്നെ ചെറിയൊരു കുപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിലേക്ക് മണി പ്ലാന്റിൻ്റെ വേറെ ഒരു വകഭേദം അതും കൂടി കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.